ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അന്ന് മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അതിനായിട്ട് 2 മുട്ടയോടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറിയുടെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി വെച്ചിട്ട് അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ 1 ടീസ്പൂൺ നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കതിൽ പച്ചമുളകും, ഞാൻ ഇതിൽ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത്, ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി എല്ലാ പൊടികളും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല മൂത്ത് വരും. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇനി അതിനുശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഴുങ്ങാൻ വെച്ചിരുന്ന നമ്മുടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോട് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. ഞാൻ ഫുള്ളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയിൽ മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളുടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മുട്ട കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.